നസ്രാനിയല്ല ഞാൻ. എനിക്കിത് എന്തൊട്ടാന്ന് എനിക്കറിയില്ല. എൻ്റെ അപ്പനമ്മയൊക്കെ ഇമ്പിരാക്കളെ മാണ്ടേരെ എന്നൊക്കെ വിളിച്ചേർന്നത് ക്രിസ്ത്യാനികളെന്ന്. കുമ്പളങ്ങാട് പള്ളിയിൽ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോകും. മാമൂസം എങ്കിലും കുർബാനയ്ക്ക് പോകും. കുർബാന സ്വീകരിച്ച് വരുന്നവരെല്ലാം തൊടും, അവരറിയാണ്ട് തൊടും. അപ്പോൾ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞേ ഈശോട്, ഞാൻ കുർബാന കൊടുക്കുക. അപ്പം ഞാൻ പറയാം, എൻ്റെ ഈശോയെ, അങ്ങ് വെറുതെ ഗോതമ്പപ്പായിരിക്കുമ്പോഴും അവർക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ട്, അങ്ങ് ഈശോ ആയിട്ട് വരുമ്പോഴും അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിത് രണ്ട് സമയത്തും പറ്റില്ല. ഞാൻ എത്ര ഇമ്പ്രാക്കന്മാരുടെ വീട്ടിൽ ജോലിക്ക് പണിക്ക് പോയിട്ടുണ്ട്. അവരെ പണപ്പെട്ടി ഇരിക്കുന്നിടത്തേക്ക് ഞാൻ എന്നാൽ വരെ കയറി പോയിട്ടില്ല. പക്ഷെ അവർ ആ പണം കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ എമ്പുരാക്കൾ അങ്ങല്ലേ, ശരിയായ എമ്പുരാക്കൾ അങ്ങല്ലേ, അങ്ങേക്ക് എൻ്റെ അടുത്തേക്ക് വന്നൂടെ എൻ്റെ എമ്പുരാക്കളെ എന്ന് വിളിച്ചു. ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓസ്തി താഴ്ത്ത് വീണ്, ഓസ്തി എന്ന് പറയരുത്, തിരുവോസ്തി താഴ്ത്ത് വീണ് ഉരുണ്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് രണ്ട് കാലിൻ്റെ നടുക്കിൽ വന്ന് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ എമ്പുരാക്കള് കണ്ടോ, എൻ്റെ ദൈവമാണ്, എൻ്റെ അപ്പനാണ്. എൻ്റെ ഹൃദയത്തെ വിചാരത്തെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ എൻ്റെ അപ്പൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അപ്പൻ എൻ്റെ നാഥനാണ്, രക്ഷകനാണ്, കർഷകനാണെന്ന് പറഞ്ഞാൽ മതിയോ? മനസമ്മതം കഴിഞ്ഞിട്ട് കല്യാണം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? യേശുവിൻ്റെ നാഥനാണ്, രക്ഷകനാണെന്ന് ഞാൻ ഏറ്റു പറഞ്ഞു. അതാണ് മനസമ്മതം. പിന്നെ കല്യാണം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ കെട്ട് കല്യാണം നടത്തി, അതാണ് മാമോദീസ. അവനുമായിട്ട് ഐക്യപ്പെട്ടു, ആ പാണിഗ്രഹണം നടത്തി, മന്ത്രകോടിയിട്ടു, അവനെ ധരിച്ചിരിക്കുന്നു അല്ലേ? സ്നാനം സ്വീകരിക്കുന്നവർ അവനെ ധരിച്ചിരിക്കുന്നു. ആ മന്ത്രകോടി എനിക്ക് കിട്ടി. ഇനി അങ്ങനെ മന്ത്രകോടി കിട്ടിയാൽ മതിയോ? ഭാര്യ ഭർത്താവ് ഒന്നായി ചേരണ്ടേ, ഒരു ശരീരമുണ്ടേ. അതാണ് കുർബാന സ്വീകരണം. അങ്ങനെയാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ആരും കാണിക്കണോ പറയണ കണ്ടിട്ടല്ല. എന്താണ് വിശുദ്ധ കുർബാന എന്നും കത്തോലിക്ക സഭ എന്നും മനസ്സിലാക്കി തന്നത് കൊണ്ടാണ് ഞാനത് ചേർന്നത്. ഇപ്പൊ പിടികിട്ടിയോ? ആൾക്കാരെല്ലാവരും എന്നോട് ചോദിച്ചു, യേശുവിനെ വിളിക്കാൻ നടന്നിട്ട് എന്തുട്ടാ കിട്ടിയേ? വീട് കിട്ടിയ? ഇല്ല. ജോലി കിട്ടിയ? ഇല്ല. കാറ് കിട്ടിയ? ഇല്ല. ആട് മാട് പശു തൊഴുത്ത് വല്ലതും കിട്ടിയ? ഇല്ല. പിന്നെ എന്തുട്ട കിട്ടിയ? ഈശോയെ പിടികിട്ടി. എനിക്കെൻ്റെ ഈശോയെ പിടികിട്ടി. അതാരാന്ന് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ ദൈവമാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതാണ് യേശുനാമം. ഹല്ലേലൂയ.